പറയാൻ വേണ്ടി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും ഒന്നിച്ച് കാണുവാനും ഒന്നിച്ച് വന്നതായ കൂട്ടായ്മ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. നമ്മുടെ കർത്താവിന്റെ ഒരു പ്രത്യേകത, അവൻ സൗഖ്യമാക്കുന്ന ദൈവം, അവൻ മുറിവുകളെ ഉണക്കുന്ന ദൈവം. ആ നല്ല കർത്താവിനെ നമ്മൾ സേവിക്കും. അനുഭവങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. നമ്മുടെ കർത്താവ് നമ്മുടെ മുറിവുകളെ ഉണക്കിയില്ല, ഇത് നമുക്ക് നിൽക്കാൻ കഴിയുമായിരുന്നു. അനേക കാര്യങ്ങളെ നമ്മളെ മറക്കുമാറാക്കി. കഴിഞ്ഞ ദിവസം ഞാൻ ചിന്തിച്ചപ്പോൾ, ദിവസം ഇരുന്നപ്പോൾ എന്റെ ചിന്തയിലേക്ക് വന്ന ദൈവം നമ്മളെ അനേക കാര്യങ്ങൾ മറക്കുമാറാക്കി. നമ്മളെ ദൈവം മറക്കുമാറാക്കിയില്ലായിരുന്നെങ്കിൽ നമുക്ക് നിൽക്കാൻ കഴിയുമോ? ഇല്ല. സ്വർഗത്തിലെ ദൈവം അനേക കാര്യങ്ങളെ, അവന്റെ കൃപകളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ തന്നെ ജീവിതത്തിന്റെ അനേക വേദനകളെ അവൻ മറക്കുമാറാക്കും. ഇനി ഒരിക്കലും ഓർക്കാതെ വണ്ണം തന്റെ കൃപ നമ്മളെ നമ്മുടെ ദൈവത്തിന്റെ കൃപ ദീർഘിപ്പിക്കുന്നതിനെ കർത്താവ് സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസിപ്രിയ മറിയാൻ വേണ്ടി നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ. അപ്പോൾ തന്നെ സിസ്റ്റർ റംല തോമസ്, പ്രിയ സൗകര്യ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാം ഉപരിയായി മറിയാൻ വേണ്ടി കാണാൻ വീണ്ടും സഹായിച്ചു. കർത്താവ് സഹായിക്കട്ടെ. 7 കീമോ കഴിഞ്ഞിട്ടാണ് 6 കീമോ അല്ലേ? അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. ശരിയല്ലേ? പലരും വിചാരിച്ചു ഇനിയിപ്പൊ തമ്മിച്ചാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ വിചാരിച്ചു ഇനിയിപ്പോ എങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷെ ദൈവം നിർത്തി. അതിനേക്കാളും എനിക്ക് സന്തോഷമായിട്ട് തോന്നിയത് ആശുപത്രി കിടക്കുമ്പോഴും 5 ആത്മാക്കളെ കർത്താവിന് വേണ്ടി. നമ്മുടെ ഉള്ളിലേക്ക് ഈ സുവിശേഷത്തിന്റെ വാഞ്ച കയറി കഴിയുമ്പോൾ ഇത് രാവിലെ സിസ്റ്റർ പറഞ്ഞത് ഇതൊരു പകർച്ചവ്യാധിയാണ്. ഇത് നല്ലതിനു വേണ്ടിയുള്ള പകർച്ചവ്യാധി. ഇത് ഈ അകത്ത് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ സുവിശേഷത്തെ കുറിച്ച് എനിക്ക് കാരണം എന്നാണെന്നറിയാമോ? ഈ സുവിശേഷത്തിന് മാത്രമേ ഒരുവന്റെ ഡെസ്റ്റിനിയെ മാറ്റാൻ കഴിയത്തുള്ളൂ എന്ന് പൗലോസ് പറഞ്ഞു. നരകവിധി മാറ്റാൻ കഴിയുന്ന ഏക സോഴ്സ് സുവിശേഷമാണ്. ഈ യാഥാർത്ഥ്യം മനസ്സിലായ ഒരു മനുഷ്യനും സുവിശേഷത്തെ കുറിച്ച് ലജ്ജിക്കത്തില്ല. ആ കുടുംബത്തിന് ദൈവം കൊടുത്തു ദൈവത്തെ ഇവിടെ ഇരിക്കുന്നത് കൊണ്ടല്ല. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച അവിടെ പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയണം. 4 തലമുറകളെ ദൈവം കൊടുത്തു. 4 പേർക്കും അതേ സുവിശേഷ ആത്മാവിനെ കൊടുത്തു. ഒരേ ദർശനത്തോടുകൂടെ ദൈവയുടെ കർത്താവ് സഹായിക്കും. ഞാൻ ഇനി ഒന്നും പറഞ്ഞു തീർക്കുന്നില്ല. തുടർന്നുള്ള സമയങ്ങൾ പ്രിയ മറിയാൻ വേണ്ടി തന്നെ ശുശ്രൂഷിക്കും. അത് സഹായിക്കട്ടെ. പ്രിയ മറിയാൻ വേണ്ടി തുടർന്നുള്ള സമയങ്ങൾ ശുശ്രൂഷിക്കുമല്ലോ. കർത്താവ് സഹായിക്കട്ടെ. ഞാൻ ആമേൻ. ഇങ്ങോട്ട് കയറുമ്പോ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ഈ പെണ്ണ് ഇങ്ങോട്ട് കയറി. അതുകൊണ്ട് ഞാൻ സംസാരിച്ചതിന് മുമ്പ് രമ്ല ഒരു 5 മിനിറ്റ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് ശുശ്രൂഷയൊക്കെ ഇഷ്ടം പോലെ ചെയ്യുന്നുണ്ട്. അതിനെ കുറിച്ച് 10 വാക്ക് രമ്ല പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശുശ്രൂഷിക്കുന്നതാണ്. വളരെ സന്തോഷത്തോടെ ഗുരുവിനും ശിഷ്യയ്ക്കും ഇങ്ങനെ നിൽക്കാൻ സന്തോഷമുണ്ട്. ആൻറ്റി ഇവിടെ വന്നിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ അന്ന് മുതൽ ആഗ്രഹിച്ച ഏതെങ്കിലും ഒരു കൂട്ടായ്മയിൽ സംബന്ധിക്കണമെന്ന് ആൻറ്റിയോട് ഒരുമിച്ച്. എന്നാൽ കഴിഞ്ഞ ആഴ്ച തമ്പിച്ചാനോടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അന്ന് എനിക്ക് കാണാനും വരാനൊന്നും പറ്റിയില്ല. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കഴിഞ്ഞ ദിവസം വെംബ്ലിയിലെ മീറ്റിംഗ് കഴിഞ്ഞ് നേരെ ഞാൻ പ്രിയ വാസിൻ്റെ അവിടോട്ടാണ് കടന്നു പോയത്. എൻ്റെ ദിവസങ്ങൾ വാസവും പ്രാർത്ഥനയൊക്കെ ആയിരുന്നു. എനിക്ക് സന്തോഷമുണ്ട്. ഇന്ന് ഉച്ച കഴിഞ്ഞ് ഇവിടെ മീറ്റിംഗ് ആണെന്ന് പറഞ്ഞ് 4 മണി വരെ അവിടുത്തെ മീറ്റിംഗ് നിർത്തിവെച്ച് വരുവാൻ ദൈവം സഹായിച്ചു. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. വിശേഷാൽ ആൻറ്റിയുടെ കൂടെ എന്തോ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ അമ്മയായിട്ടും എന്നെ ഒത്തിരി കാര്യം ഞാൻ അവരുടെ മീറ്റിങ്ങിൽ ഈ ദിവസങ്ങളെല്ലാം ഞാൻ ആൻറ്റിയുടെ കാര്യം പറയുന്നുണ്ടായിരുന്നു. അത് യാഥാർത്ഥ്യമായി സത്യമാണെന്നുള്ളത് ഒരുമിച്ചൊരു സ്റ്റേജിൽ നിന്ന് ശുശ്രൂഷിക്കാൻ ഞാൻ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിയത് എൻ്റെ 15ാമത്തെ വയസ്സിലാണ്. 20ാമത്തെ വയസ്സിൽ ഞാൻ ആൻറ്റിയുടെ അടുക്കൽ ചെല്ലുവാനിടയായി. ഞാനൊരു പെൻസിൽ പോലെയുണ്ട്. എൻ്റെ ഒത്തിരി പോരായ്മകളും എൻ്റെ ബലഹീനതകളൊക്കെ ആൻറ്റി സ്തോത്രം എന്നെ സ്നേഹിക്കുകയും കരുതുകയും വളർത്തുകയും പോറ്റി പുലർത്തുകയും ഒക്കെ ചെയ്തു. ഞാൻ ഇന്ന് പകലും അവിടെ പറയുവാനിടയായി ഇത്ര സുവിശേഷ വേലയ്ക്ക് മാതൃകയുള്ള സ്തോത്രപാസിന്റെ ഭാര്യ തമ്പിച്ചായനേക്കാൾ സഭയുടെ വളർച്ചയ്ക്കും പ്രസ്ഥാനം ഇത്രത്തോളം വിശാലമായി നിൽക്കാൻ ഞാൻ മുഖസ്തുതി പറയത്തില്ല. കേൾക്കാത്ത സമയത്ത് ഞാൻ പറയുന്ന വിഷയമാണ്. പ്രിയ ആൻറ്റിയാണ് അതിനെല്ലാത്തിനും കാരണം. ഒത്തിരി അനാഥ കുഞ്ഞുങ്ങൾ, ഒത്തിരി അനാഥ സഹോദരിമാർ നാടും വിട്ട് വീടും വിട്ട് കൂടും വിട്ട് ആരും ആശ്രയമില്ലാതെ കടന്നു വന്നിരിക്കുന്നവർക്കൊക്കെ അവിടെ ഒരു അത്താണിയായി ഒരു പ്രസ്ഥാനമായി ദൈവോടെ നിർത്തിയതോർത്ത് സ്തോത്രം ചെയ്തു. 86 ജൂൺ 1-ാം തീയതിയാണ് ഞാൻ ആന്റിയെ പരിചയപ്പെടുവാൻ ആന്റിയുടെ അവിടെ ചെന്നത്.
അവിടെ ചെന്നു, ബൈബിൾ സ്കൂളിൽ പഠിച്ചു. അതിനുശേഷം ആൻറ്റി ഞങ്ങളെ ഈ രണ്ട് സഹോദരിമാരെ ഓരോ സ്ഥലങ്ങളിൽ പ്രവർത്തനത്തിനായിട്ട് വിടും. ഞങ്ങൾക്ക് കാടുകെട്ടല്ല ജോലി, പിന്നെ പാസ്റ്റർമാരാ ദശാംശം കിട്ടും. ഞങ്ങൾ അവിടെ ചെന്ന് കിടന്ന് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും മല്ല് പിടിക്കുകയും ആത്മാക്കളെയൊക്കെ നേടും. ആത്മാക്കളൊക്കെ വന്നു സ്വത്രാഴ്ച പാത്രത്തിന് സമയമാകുമ്പോ അടുത്ത കാട് വെട്ടാൻ ഞങ്ങൾ അടുത്ത സ്ഥലത്ത് ക്രൂസൈഡ് നടത്തി അവിടോട്ട് വിടും. പക്ഷെ അതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ നഷ്ടമായില്ല. ഇന്ന് എന്റെ ജീവിതത്തിൽ, എന്റെ ശുശ്രൂഷയിൽ ഇങ്ങനെ കർത്താവിനെ ഏൽപ്പിച്ച താലന്ത് വ്യാപാരം ചെയ്യുവാൻ, അതേ ഞാൻ താമസിച്ച എന്നെ വിശ്വാസത്തിൽ വന്നിറങ്ങി കടന്നു വന്ന ആ വീട്ടിലെ അവിടുത്തെ മാതാവും പിതാവും ഒക്കെ ഉണ്ടെങ്കിലും സുവിശേഷ വേലയിൽ ഇത്രത്തോളം കൊണ്ടുവരുവാനുള്ള ഒരു കാരണം ഏക വ്യക്തി അറിയാൻ വേണ്ടിയാണ്. ഒരിക്കൽ ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് എനിക്ക് അവിടുത്തെ ഡ്യൂട്ടി എന്നെ ഏൽപ്പിച്ചിരുന്ന ചെടി നടലും, ചെടി അവിടെ ഏത് ചിങ്ങാനത്തി എന്ന് ഏത് ചെടി തൊട്ടാലും ആ ചെടിയല്ല എന്റെ പേര് ഒറ്റ ചെടി എന്റെ പേര് പറയാതിരിക്കത്തില്ല. അങ്ങനെ ചെടി വെക്കുക, അതാണ് എന്റെ മെയിൻ ജോലി. അപ്പൊ ഒരു ദിവസം ഞങ്ങളെ പഠിപ്പിക്കുന്ന സാർ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, റംല നീ ഇങ്ങനെ ഭൂമിയിലുള്ളത് മാത്രം നോക്കി നടക്കാം, ഉയരത്തിലുള്ളതും കൂടെ നോക്കാൻ പറഞ്ഞു. അങ്ങനെ ചെടികളൊക്കെ ആ നിലയെ വളർത്താനും അതുപോലെ തന്നെ സുവിശേഷ വേലയിൽ പാലക്കാട്, ചേർത്തലയിൽ, ആലപ്പുഴ, പുന്നപ്പുറ, കപ്പക്കടങ്ങ ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ, കാലടിയില്, മറ്റൂര്, ഇവിടെയൊക്കെ പോയി പ്രവർത്തിക്കാൻ കർത്താവ് സഹായിച്ചു. അതെല്ലാം ആന്റിയാണ്. അപ്പൊ ഞാനിങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് എനിക്ക് മറിയാൻ വേണ്ടിയെ പോലെ ആകണം. അപ്പൊ കർത്താവ് പറഞ്ഞു, മറിയാമെ പോലെ നീ ആകണ്ട, മറിയാമയ്ക്ക് മറിയാമയായിട്ട് മാത്രമേ ഉള്ളൂ, നിന്നെ പോലെ ആയാ മതി. ഒത്തിരി നിങ്ങളെ തീറ്റി പോറ്റി ഇത്ര മുഖസ്തുതി ഇല്ലാത്ത, വേർകൃത്യമില്ലാത്ത ആ വീട്ടിലോട്ട് നിങ്ങൾ അങ്ങ് വരണം. ആന്റിയുടെ വീട്ടിൽ ഒന്നും അടച്ചു വെക്കുകയോ പാത്തു വെക്കുകയോ ഒന്നും പൂത്തി വെക്കുകയോ ഒന്നും ചെയ്യത്തില്ല. ഞാൻ സകല പാസ്റ്റർമാരുടെ ഭാര്യമാരോട് പറയും, ഏറ്റവും മാതൃകയും സാക്ഷ്യവുമായിട്ട് നിൽക്കുന്ന ഒരു കർത്താവിന്റെ ദാസിയാണ് പ്രിയമറിയാമേ. ആന്റിയോട് ഒരുമിച്ച് ഇങ്ങനെ ആയിരിക്കാൻ ദൈവം ഇടയാക്കിയതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ വളരെ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ വർഷം ഞാനും അന്നാക്കണ്ടത്തിലും എൻ്റെ കൂട്ടുകാരും ഞങ്ങൾ ഒരുമിച്ച് ആന്റിയെ കാണാൻ പോയി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്തു വെച്ച മൊബൈലിൽ നിന്ന് ഫോട്ടോ കാണുകയും സ്തോത്രം ചെയ്യാൻ പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇംഗ്ലണ്ടിൽ ഇങ്ങനെ ഞങ്ങൾ ഒരുമിച്ചായിരിക്കുമെന്ന് ഒരിക്കലും ചിന്തിച്ചു. ആന്റിയും തമ്മിച്ചായ ലോകത്തിൽ ഇനി എവിടെ പോകാനില്ല. പ്രൈസല ഞാൻ അങ്ങനെയൊന്നുമല്ല. ആദ്യമായിട്ട് ഇതിനകത്ത് വരാനും ഈ ദേശത്ത് ഈ രാജ്യത്ത് വരാനും ആന്റിയോട് ഒരുമിച്ചായിരിക്കാൻ ഇടയാക്കി. ഒത്തിരി എന്നെ കൈത്താങ്ങ് തന്നു, എന്നെ ശുശ്രൂഷയിൽ വളർത്തിക്കൊണ്ടുവന്നു, എന്നെ പ്രോത്സാഹിപ്പിച്ചു, എൻ്റെ പോരായ്മകളെ തിരുത്തി തന്നു, എന്നെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു, നിലനിർത്തി മാതൃകപരമായി സാക്ഷ്യത്തോടെ നിൽക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചത് ആ പ്രസ്ഥാനത്തിൽ ഞാൻ ചെന്നതാണ്. ബെഥേസ്ദ ബൈബിൾ സ്കൂളിൽ ചെന്നത് എനിക്ക് നഷ്ടമായില്ല. എന്നെ സ്നേഹിച്ച ഒരു നല്ല ആന്റി എനിക്ക് കിട്ടിയത് ഞങ്ങൾ ഒത്തിരി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ആന്റിയുടെ സമയം ഒരിക്കലും ഞാൻ കവർന്നെടുക്കുന്നില്ല. ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. സ്തോത്രം. റമ്മിച്ചായൻ അതുപോലെ ആ കുഞ്ഞുങ്ങൾ 4 പേരും കർത്താവിന്റെ ദാസൻ പറഞ്ഞപ്പോൾ എത്രയോ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകുമ്പോൾ ആന്റി, ഞാൻ ഓർക്കുന്നു, ബിജുമോൻ പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആന്റി രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് കുഞ്ഞിനെ വിളിച്ചിരുത്തി സദൃശവാക്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവനെ ഉപദേശിച്ച് അവനെ പ്രാർത്ഥിച്ച് തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് കോളേജിൽ വിടുന്ന ആന്റി. അത് തന്നെ എൻ്റെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാൻ സമയത്ത് എല്ലാ ദിവസവും ഉപദേശം കൊടുത്ത് അനുഗ്രഹിച്ച് എൻ്റെ കുഞ്ഞുങ്ങളെ വിടുവാൻ ഇതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ സ്തോത്രം ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല. ആന്റിയുടെ ഒക്കെ അധ്വാനം. എന്റെ 2 കുഞ്ഞുങ്ങളെ കർത്താവ് എനിക്ക് തന്നു. മൂത്ത മോള് സ്തോത്ര ചൈനയിൽ MBBS പഠിക്കുന്നു. കൊച്ചുമോള് സ്തോത്ര +2 കഴിഞ്ഞു. അവളുടെയും തുടർന്നുള്ള അഡ്മിഷൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞത് ആ മാതൃകയാണ് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ പിൻപറ്റുവാനിടയായിട്ട്. ആന്റിക്ക് കൊടുത്ത ആയുസ്സിനും ആരോഗ്യത്തിനും ശുശ്രൂഷയ്ക്കുമായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആന്റി ഇങ്ങനെ വിളിച്ചു, എൻ്റെ അമ്മയാണോ എൻ്റെ ആന്റിയാണോ എനിക്ക് ആരാണെന്നൊന്നും പറയാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ ബാച്ചിൽ ഞങ്ങൾ 24 കുഞ്ഞുങ്ങൾ പഠിച്ചു. പക്ഷേ എന്നെ ദൈവം ഇത്രത്തോളം കൊണ്ടുവന്ന് ഏറ്റവും വിദ്യാഭ്യാസം ഇല്ലാത്ത ഞാൻ, ഒന്നിനും കഴിവില്ലാത്ത ഞാൻ, പക്ഷേ ശുശ്രൂഷയിൽ ഇന്ന് വരെ നിലനിർത്തിയതോർത്ത് ഞാൻ മറ്റുള്ള എല്ലാവരേക്കാൾ കർത്താവിന്റെ ശുശ്രൂഷയിൽ നിലനിർത്തിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കുടുംബമായി ഞങ്ങൾ ചെങ്ങന്നൂര് താമസിച്ച് കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ആന്റിയോട് ഒരുമിച്ചായിരിക്കാൻ ഇടയാക്കി
ആന്റിയോട് ഞാൻ നന്ദി പറയുന്നു. ഈ കൂട്ടായ്മയോട് നന്ദി പറയുന്നു. ദൈവപാദത്തിൽ അപ്പം അനേക വർഷങ്ങൾക്ക് മുമ്പിലേക്ക് എന്റെ ചിന്ത ഇങ്ങനെ കടന്നു പോകുമായിരുന്നു. ഒരു പെൻസിൽ പോലൊരു പെണ്ണ, അത് 20 വയസ്സേ ഉള്ളൂ. 86 എന്ന് പറയുമ്പോ വർഷം 10-30 ഓരോ ബാച്ചിലും പെൺപിള്ളേർ ഇങ്ങനെ വരും. 10, 20, 16, 15 ഒക്കെ. ഞങ്ങളെല്ലാം ഒരു കോമ്പൗണ്ട്, ചർച്ചും വീടും എല്ലാം ഞങ്ങൾ ഒരു വീട് പോലെ കഴിയും. അതാ എനിക്കും എന്റെ മോളാ. ഞാനെപ്പോഴും പറയും, കർത്താവേ നിന്റെ വേലയ്ക്ക് വേണ്ടി എന്നെ കർത്താവ് 19-ാമത്തെ വയസ്സ് വേലയ്ക്ക് വേണ്ടി വിളിച്ചു. വേല എന്നാന്ന് വിചാരിച്ചു. എന്നെ പ്രോത്സാഹിപ്പിക്കാൻ ആരുമില്ല. വളരെ പ്രശ്നങ്ങളുടെ നടുവിലാണ് ഞാൻ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയത്. ഞാൻ പറയും, കർത്താവേ ഇതുപോലെ വിശ്വസ്തയോട് വേല ചെയ്യുന്ന അനേക പെൺപിള്ളേര് താല്പര്യം. ആ നിലയില് പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് കർത്താവേ I am available. If you open a door for me, Lord, to train these girls and send them forth, I am available. The Lord heard that praise. Amen. And opened a door in 1983. അപ്പൊ അത് കഴിഞ്ഞ് 3 വർഷമേ ആയുള്ളൂ രംല വന്നപ്പോ. ഇങ്ങനെ അനേക കുഞ്ഞുങ്ങളെ 100 കണക്കിന് രംലയെപ്പോലുള്ള പെൺപിള്ളേരെ ട്രെയിൻ ചെയ്ത് കേരളം മൊത്തം, ഇന്ത്യ മൊത്തം വിടുവാനില്ല. ഞാൻ എപ്പോഴും പറയും, എന്നെ പോലെ ആക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവരൊക്കെ എന്നെക്കാൾ എത്രയോ far better than me. ഒരു അമ്മയായിട്ട് വീട് വിട്ട് വിശ്വാസത്തിന് വേണ്ടി വീട് വിട്ടറിയാം. ഓക്കെ, അവളെ നോക്കാൻ, അവളെ കൈത്താങ്ങ് കൊടുക്കാൻ, അവളെ പ്രോത്സാഹിപ്പിക്കാൻ വേറെ ആരുമില്ല. ആ അന്തരീക്ഷത്തിൽ ഒരു രംല, ഒരു ഷിഫാനത്ത്, ഒരു സക്കീന, ഒരു ജുമീല, ഒരു ഷൈനി, അനേക മുസ്ലിം പെൺകുട്ടികളുടെ പേരാ ഞാൻ പറയുന്നത്. ഇവർക്കെല്ലാം യേശുവിന്റെ നാമത്തിന് വേണ്ടി നമ്മൾ പലപ്പോഴും പറയുന്നു, നമ്മൾ വില കൊടുക്കുന്നു. They had to leave everything. എന്നാൽ അങ്ങനെ വന്നപ്പം there was nobody to get them in. യവനക്കാര് പെൺപിള്ളേരെ പെരക്കകത്ത് കയറ്റാൻ ആർക്കും മനസ്സില്ല. ഞാൻ ഒരു കർത്താവേ അതിങ്ങൾ വില കൊടുത്ത് ജുമില എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫിബിന്ന് പേരിട്ടു. ഒരു നേരത്തെ ഭക്ഷണം കിട്ടുമെന്നോ ഒരു കടത്തിണ്ണ കിട്ടുമെന്നോ അറിയാതെയാണ് മുസ്ലിം ലീഗ് പ്രസിഡന്റിന്റെ ഹാജിയാടെ മോള. അത് അടിച്ചു ഇടിച്ചു ചത്തെന്നും പറഞ്ഞ് മാറ്റിയിട്ടു. അതിലെല്ലാം പിടിച്ചു നിന്നു. അവസാനം മുസ്ലിമിനെ കൊണ്ട് കെട്ടിക്കാൻ അവർ തീരുമാനിച്ചു. കല്യാണത്തിന്റെ 3 ദിവസം മുമ്പ് പന്തലിട്ടു, ആഭരണം പഴുതു, എല്ലാം അവരുടെ പ്രൗഢിക്കനുസരിച്ച് അവളെ രക്ഷിക്കപ്പെടുത്തിയ സാലി എന്ന് പറഞ്ഞ പെൺകുട്ടിയുമായിട്ട് അവള് വീട് വിട്ട. അപ്പൊ അങ്ങനെ വീട് വിട്ടിറങ്ങി ചുരുക്കി പറയട്ടെ, കർത്താവ് ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നു. ഞങ്ങളെ രംലയ്ക്ക് അറിയാൻ ഞങ്ങളുടെ തൊട്ടടുത്ത ഇതായിട്ട് അവിടെ അറിഞ്ഞു പോയ അവര് മൊത്തം കൂടെ തീ വെക്കും ഈ പെണ്ണിനെ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ. പക്ഷെ ഞങ്ങള് വളരെ രഹസ്യമായിട്ട് സൂക്ഷിച്ചു, കല്യാണം കഴിപ്പിച്ചു, 2 പിള്ളേരെ എന്റെ കയ്യിൽ തന്നു. ചുരുക്കി പറഞ്ഞാൽ ഇതുപോലെ അനേക കുഞ്ഞുങ്ങൾക്ക് അമ്മയായിരിക്കും. അന്ന് ഇവർക്കെല്ലാം വേണ്ടി പല കഷ്ടങ്ങൾ സഹിച്ചു, പലതും അല്ലേ. രമല ഞങ്ങളെല്ലാം കൂടെ കെട്ടിച്ചുവിട്ടെ പറഞ്ഞില്ലേ, ഇരണ്ടായിട്ട് വേല ചെയ്യുമായിരുന്നു. ഇതുപോലുള്ള അനേക പെൺപിള്ളേർ ഇതൊക്കെ ചെറുക്കനെ ഉണ്ടാക്കണം. അവരുടെ കല്യാണത്തിന്റെ എല്ലാം ഉണ്ടാക്കണം, അവർക്ക് പൈസ കൊടുക്കണം. ഇതെല്ലാം ചെയ്ത് എവരി ബർഡൻ ഓൺ us. അപ്പൊ ആ നിലയിൽ അതൊക്കെ ബുദ്ധിമുട്ടല്ലേ. എന്നാൽ ഇന്ന് ഇപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ അതിന്റെ പ്രതിഫലം ഈ കുഞ്ഞുങ്ങളിന്ന് കർത്താവിന് വേല ചെയ്യും. അവര് കർത്താവിന് വേണ്ടി ഭാരതത്തിലും ലോകത്തിന്റെ അനേക രാജ്യങ്ങളിലും പോയി യേശുവിനെ ഉയർത്തുന്ന കാണുമ്പോൾ അതിൽ പല സന്തോഷം. നമ്മുടെ ജീവിതം ഒരു ജീവിതമേ ഉള്ളൂ അല്ലേ. നമ്മുടെ ചാലഞ്ചസ് ഞാൻ എപ്പോഴും പറയും, ഈ പെൺപിള്ളേരോട് നിങ്ങൾ അത് ചെയ്യണം ഇത് ചെയ്യണം. ഓൾനൈറ്ററൊക്കെ ഓർക്കുന്നുണ്ടോ? ഞങ്ങൾ എല്ലാ വെള്ളിയാഴ്ച വെളുക്കോളമായി, വെളുപ്പിങ്ങനെ 5 മണി വരെ 4 പൊടിക്കൊച്ചുങ്ങൾ, ഭർത്താവ് രാവിലെ തൊട്ട് രാത്രി വരെ ഓട്ടോ ആയിരിക്കും. ഈ ഓട്ടോ എല്ലാം കഴിഞ്ഞ് വന്ന് ഞാൻ വരും വെളുക്കോളം. അപ്പൊ
പിന്നെ ഞാനിരിക്കുമ്പോ അവർക്ക് ഇരിക്കാൻ ഒക്കൂ. അപ്പൊ പിന്നെ ഇരിക്കുക. പിന്നെ നമ്മളെങ്ങനെ ഇരിക്കാതിരിക്കുന്നേ? നമ്മള് വല്ലതും അവരെ പറഞ്ഞ് ചെയ്യിക്കണം. നമ്മൾ മാതൃക കാണിച്ചു കൊടുക്കുന്നവരോട്. അതുകൊണ്ട് ഇന്നിപ്പോ ഞാൻ ഇരിക്കണ്ട കേട്ടോ. അവരെല്ലാം ഓൺലൈൻ പ്രേയറുണ്ട്. എല്ലാ ചൊവ്വാഴ്ചയും അവർക്ക് ഭാരതത്തിന് വേണ്ടി ഉപവാസമുണ്ട്. ഞങ്ങളുടെ പെൺപിള്ളേർ എവിടെ പോയാലും അവിടെ ഇടതൂരാതെ ആരാധനയുണ്ട്. അവര് പറഞ്ഞില്ലേ പോയി വേല തുടങ്ങി. ഇതിപ്പോ ഞാൻ ഇതൊന്നും പറയാൻ വന്നല്ലോ, പക്ഷെ രംല പറഞ്ഞു വന്നതിന് ബാക്കി അങ്ങ് പറയുക. അപ്പൊ ഈ സ്ഥലങ്ങളിലെ രംല തന്നെ എത്ര അടുത്ത് പോയി. അപ്പൊ ഞങ്ങളുടെ പെൺപിള്ളേർ ഓരോ ബാച്ചിനെയും കേരളം മൊത്തം ഞങ്ങൾ വിട്ടു. ഒരറ്റം മുതൽ കാസർഗോഡ് ഒരു കന്യാകുമാരി. ഇവിടെ എല്ലാം ഞങ്ങളുടെ കൊച്ചുങ്ങൾ പോയി വേറെ ഫൈനൽസ് അടുത്ത വല്ലവരും കാണുന്നുണ്ട് അല്ലേ? എന്നാൽ അവര് വില കൊടുത്തു. രാവിലെ കോളത് പ്രാർത്ഥിക്കും. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വീട് കയറി ഇറങ്ങും. ഒരു നേരം ഭക്ഷണമാണ് വന്ന് കഴിക്കുന്നത്. വളരെ തുച്ഛമായ പൈസ നമ്മൾ കൊടുക്കുന്നത്. നമുക്ക് ഒത്തിരി കൊടുക്കാനുണ്ടോ? ഒരിക്കൽ പോലും അവരെന്നോട് കംപ്ലൈന്റ് പറഞ്ഞു. വളരെ അത് ഒരു കൂട്ടം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടാൻ വരുമ്പോഴാണ് ഞങ്ങൾ അവരെ പുറകോട്ട് എടുത്തിട്ട് പാസ്റ്റ് എടുക്കും. സ്നാനപ്പെടുക ഇപ്പൊ സഭയാകും അല്ലേ? ഇങ്ങനെ എത്രയോ സഭകൾ കടലോരങ്ങളില് കായലോരങ്ങളില്. അന്നൊന്നും കേരളത്തിൽ അവിടെ ഒരു വേലയുമില്ല. അവിടങ്ങളെല്ലാം പോയി 10-15 ഞങ്ങളുടെ കൊച്ചിന് ഞാൻ കുറേയുണ്ട്. ഇവരുടെ കൂട്ടത്തിൽ പോകും. ഇവർക്ക് പാത്രം മേടിച്ചു കൊടുക്കും. ഇവരവിടെ ഭവന സന്ദർശനം നടത്തും. ഇവരവിടെ ബൈബിൾ സ്റ്റഡി നടത്തും. അങ്ങനെ ഓടി ഓട്ടത്തിന്റെ ഫലമായി നമുക്ക് കേരളമെമ്പാട് സഭകൾ. ഈ ബൈബിൾ സ്കൂൾ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഇരട്ടിയായി നമ്മുടെ പ്രവർത്തനങ്ങൾ. ഇന്നിപ്പം നമ്മുടെ പെൺപിള്ളേര് ആന്ധ്രയിലുണ്ട്, കർണാടകയിലുണ്ട്, മഹാരാഷ്ട്രയിലുണ്ട്, വെസ്റ്റ് ബംഗാളിലുണ്ട്. They are in the whole nation of India. You know, I am telling about how these girls came and we trained them and we imparted the mission and sent them across the nation of India. You know, she was a Muslim, but Christ came into her life. It doesn't matter whether you are a Hindu or Muslim or Christian. The only thing is Jesus Christ who died for all of us. Who paid the price for us. He should come into our hearts. His blood is the only thing with which we can be cleansed. You know, He is the only one who said, "You come, you heavy laden, you who are broken hearted. Come unto me and I will give you rest." Nobody else said that. And Jesus Christ is the only one who can do it also. He can take our burdens. He can give us rest. He can give us peace. You know, He can give us a hope in life. Broken hearted, needy, who don't have anybody around. And Jesus is telling, "I am with you always. You who are broken hearted, I am near you. I am a very present help at every need." Oh, the father or mother or husband or wife, they can be only a help. But Jesus Christ is the only one who can be a very person. He is right there. He has come here for you. He loves you. He is talking to you. You know, all these people, we are not born in Christian families, Muslim families, Hindu families, but Jesus Christ loves everyone. You know, He is calling each and every one of us. That is Islam. That is His grace. നമ്മളെ എന്ത് സംസാരിക്കണമെന്ന് ചിന്തിച്ചപ്പം ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ തന്ന ഒരു വാക്യം ഇതാണ്. പറഞ്ഞാൽ വിതൗട്ട് എ വിഷൻ ദ പീപ്പിൾ പെരിഷ്. അല്ലേ? വിഷൻ ഇല്ല എങ്കിൽ ഒരു പ്രയോജനമില്ല. എന്നാൽ നമ്മള് ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിലെ വായിക്കുന്നു. യോസഫിന് ഒരു സ്വപ്നം. അവനൊരു ദർശനം ഉണ്ടായി. ആ സമയം മുതൽ അവൻ പീഡിപ്പിക്കും. നമുക്കൊരു ദർശനം ഉണ്ടെങ്കിൽ നമ്മൾ അതിനൊരു വില കൊടുക്കും. ആ സമയം മുതൽ പല നിലകളായ കഷ്ടങ്ങൾ. വീട്ടുകാരവനെ പകച്ചു, വെറുത്തു, അവിടുന്ന് തന്നെ പുറന്തള്ളി, കച്ചവടക്കാർക്ക് വിറ്റു. അല്ലേ? ഈ പ്രശ്നങ്ങളെല്ലാം അവൻ കടന്നു പോണ്ടി വന്ന എന്തുകൊണ്ടാ? അവനൊരു ദർശനം. ഞങ്ങളുടെ ജീവിതത്തിന് അനുഭവം. നിങ്ങളെല്ലാം തമ്മിച്ചാന്റെ പുസ്തകമൊക്കെ വായിച്ചിട്ടൊന്നും നിങ്ങൾക്ക് എല്ലാം അറിയാം. വിശ്വാസി വന്ന് വീട്ടിൽ നിന്ന് തന്നെ അയച്ചറിയാം. 54 കൊല്ലം മുമ്പ്. ഇപ്പോഴേ ജ്ഞാനായക്കാർക്ക് വാരി കിളുത്ത അല്ലേ? അപ്പൊ പിന്നെ 54 കൊല്ലം മുമ്പത്തെ കാര്യം പറയണോ? പറഞ്ഞ് നാട്ടിനും വീട്ടിനും എല്ലാം നീ തലവേദനയാണെന്ന് മനസ്സിലാക്കി. അല്ലെങ്കിൽ
പുള്ളി എങ്ങനെയാ സുവിശേഷം തുടങ്ങുന്നത് നിനക്കറിയാം. മനസ്സിന്റെ മണ്ടയ്ക്ക് പ്രിയമുള്ളവരെ, നമുക്ക് പ്ലാറ്റ്ഫോമും മൈക്കും ഒന്നുമില്ലേ. തെങ്ങിന്റെ മണ്ടേ ഒരു മിഷൻ ഫീൽഡാ. വിഷൻ, ആ വിഷൻ എന്നായിരുന്നു? തെങ്ങിന്റെ മണ്ടായിരുന്നു ഭാരതത്തെ നിൽക്കും. എന്നാല് ആ നമ്മുടെ ഹൃദയത്തിന്റെ ആ തിങ്ങൽ, നമ്മുടെ ആത്മഭാരം, ആ വേദന ഒരു വട്ടനെ പോലെ മനുഷ്യൻ എണ്ണിയത്. ഇപ്പൊ ഇന്ന് നീലമ്പേരിൽ തന്നെ 3 സഭയുണ്ട് തമിഴ്നാട് നാട്ടില്. അതിന്റെ 3 ഭാഗത്തായിട്ട് അവര് പറയാ, ഞങ്ങളൊക്കെ നേരത്തെ അഭിഷേകം വരുമ്പോ കാളകൂത്തുകാരെന്നാണ് എന്ന് പറഞ്ഞാൽ ഓരോ വീടിന്റെ മുമ്പ് നിന്നൊരു അല്ലേലിയാന്ന് വിളിച്ചു പറയും. എന്നിട്ട് അതിനെ വിളിച്ചു പറയും. അപ്പൊ വട്ടനല്ലേ, വട്ടന്മാരല്ലേ വെളുപ്പിനെ 4 മണിക്കും 3 മണിക്കൊക്കെ ഇറങ്ങി ഇങ്ങനെ നടക്കത്തുള്ളൂ. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു വട്ടനെ പോലെ എവിടെല്ലാം വിളിച്ചു പറഞ്ഞു. കർത്താവ് വിളിച്ചിറക്കിയപ്പോ പറഞ്ഞു, കർത്താവേ ജോലി രാജിവെക്കാൻ പറഞ്ഞു. ഞാൻ എങ്ങനെ ജീവിക്കും? കർത്താവ് നീതിമാൻ വിശ്വാസാ ജീവിക്കും അല്ലേ? അപ്പൊ എങ്ങനെയാ വിശ്വാസാ ജീവിക്കുന്നത്? കർത്താവേ ഞാൻ ഇറങ്ങാം, ഞാൻ നിലത്തെ മണ്ണ് കഴിച്ചു നിന്ന് വന്നാലും എന്റെ ആവശ്യം ഞാൻ ഒരാളോട് പറഞ്ഞു. അങ്ങനെ മുമ്പോട്ടാണെങ്കിൽ അന്നൊക്കെ വല്ലവർക്കും അറിയാവോ വല്ലതും കൊടുക്കണം. ഗാന്ധിന്നൊക്കെ നടന്ന് ചിങ്ങാനത്തിന് വന്ന ചരിത്രങ്ങളുണ്ട്. 1-2 ആഴ്ച പട്ടിണി കിടന്ന് വയറടിക്കാൻ തുടങ്ങി. കർത്താവേ പെറ്റതള്ളേ അല്ലേ, അവിടെ പോയാ ഇച്ചിരി കഞ്ഞി തരാതിരിക്കൂ. നീലമ്പേരി എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ നാം പോകാനൊക്കത്തില്ല. ഒറ്റടിപ്പാലും അതുപോലെ തന്നെ അന്നൊക്കെ വള്ളമാ. രാത്രി 10 ആയ കടത്തുകാരൻ പോകും, പിന്നെ നീന്തി വേണം. ഇത്രയും കഷ്ടപ്പെട്ട് പോയപ്പോ അമ്മ കഥ പോലും പുസ്തകത്തിൽ വായിച്ചു കാണും. പട്ടി തിന്നതിന്റെ ബാക്കി ഒരു പിടി എടുത്ത് കളഞ്ഞു വെച്ചാൽ അത് വാരി വിട്ട് ആ തോട്ടിലെ വെള്ളവും കുടിച്ച് അന്ന് വെളുക്കോളം പ്രാർത്ഥിച്ചു. വലിയ ദൈവശക്തി തന്നെ, ഒരു രാജാവിനെ പോലെ ഞാൻ ഇവിടെ എഴുന്നേറ്റ് പോയി. നമ്മൾ ആരും കണ്ടില്ലേ, നമ്മളെ ഒരു ദർശനത്തിന് വേണ്ടി നമ്മൾ പലവിധം ഇതൊന്നും ആരും കാണത്തില്ല. ഞാനും പറയായിരുന്നു, ഇന്നിപ്പോ ഞങ്ങള് അയർലൻഡിൽ ഞാൻ ഇന്ന് ഉച്ചയ്ക്കാൻ പോയി. അവിടെ അയർലൻഡിലുള്ള ഒരു എന്നെ റോസ് എന്ന് പറഞ്ഞ ഒരു ഐറിഷുകാരി എന്നെ ക്ഷണിച്ച് ഞാൻ വന്നതാണ്. അപ്പൊ അവിടെ ഞങ്ങള് 16-ാം തീയതി അയർലൻഡിൽ പോയി. ഇപ്പൊ ഇന്നലെ എന്ന് പറഞ്ഞാൽ 11 ദിവസം അയർലൻഡിൽ, 4 ദിവസം സൗത്ത് ആംപ്റ്റണിലായിരുന്നു. ഇവിടെ നിന്ന് വന്ന ആദ്യം 4 ദിവസം സൗത്ത് ആംപ്റ്റൺ, പിന്നെ അവിടെ 11 ദിവസത്തിൽ 7 ദിവസം സൗത്ത് ആംപ്റ്റണിലും. ഞാൻ പറഞ്ഞു വന്ന 11 ദിവസം ഞങ്ങൾ ഹിൽട്ടൺ ഹോട്ടലാണ്. സൗത്ത് ആംപ്റ്റണിലെ ഹിൽട്ടൺ, പിന്നെ അയർലൻഡിലെ ബെൽഫാസ്റ്റിലെ ഹിൽട്ടൺ. 5 സ്റ്റാർ ഹോട്ടൽ നമുക്ക് സ്വപ്നം പോകും. ഇന്നലെ മിനിഞ്ഞാന്നും അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് റൂം, 10ാം നിലയിലെ ദ ബെസ്റ്റ് റൂമിൽ അവർ ഞങ്ങൾ. ഞാൻ പറഞ്ഞു, അംശ നമ്മൾ കല്യാണം കഴിഞ്ഞ് വന്നു 3 മാസം വാടക വീട് കൊടുത്തു. 10 രൂപ കൊടുത്താൽ മതി വീട് കയറി കിടക്കാൻ. ബസ് സ്റ്റാൻഡിലൊക്കെ ഇരുന്ന് ഞങ്ങൾ സമയം കഴിയുന്നു. പക്ഷെ അതെല്ലാം കണ്ടു. വർഷങ്ങൾ കഴിഞ്ഞപ്പം നമ്മൾ ഹിൽട്ടൺ ഹോട്ടലിൽ നിന്ന് ഇറങ്ങാൻ നമ്മുടെ ദൈവം കർത്താവിന് വേണ്ടി എന്തെങ്കിലും വിട്ടിട്ടുണ്ടോ? കർത്താവിന് വേണ്ടി നീ എന്തെങ്കിലും സഹിച്ചിട്ടോ? നിശ്ചയമായിട്ടും ഈ ജീവിതത്തിൽ തന്നെ അത് കാണാൻ, സന്തോഷിക്കാൻ, ദൈവത്തിന്റെ നന്മ കാണാൻ കർത്താവ്. രംലായിക്കൊക്കെ നല്ലതായിട്ട് അറിയാം. ഞങ്ങൾ ചങ്ങനാശ്ശേരിയിലെല്ലാം ഇവര് വന്നപ്പോഴത്തേക്ക് അവിടുത്തെ പ്രതികൂലം ഒതുങ്ങി. പിന്നെ ചിങ്ങമനത്തോട്ട് വന്നു 99-ലൊക്കെ ഇല്ലേ, അവിടെ വന്ന് എന്റെ പൊന്നേ നമുക്കെതിരായി അപ്പോഴത്തേക്കും ബൈബിൾ വായിക്കുന്നില്ലേ, യാസോന്റെ വീട് പറഞ്ഞെന്നും മെനക്കെട്ട് നടക്കുന്നവരെ കൂട്ടി അവരെ അസൂയ കൊണ്ട് തകർത്ത് കഴിച്ചു. അപ്പം കൂടോത്രത്തിന്റെ ഒരു നിരയായിരുന്നു. ഞാൻ കാണും ഇങ്ങനെ കയറി വരുന്നത്. ഒന്നുകിൽ എന്നെ കൊള്ളാമല്ലോ, തമിഴ്ചാനെ കൊള്ളാമല്ലോ, പിള്ളേരെ കൊള്ളാം. ഒരു ദിവസം പോലും ഇല്ല പ്രിയമുള്ളവരെ ഉപവാസവും പ്രാർത്ഥനയും. ഈ കുഞ്ഞുങ്ങളെ ഒത്തു ചെയ്തിട്ട് എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു ഗ്രൂപ്പ്.
24 മണിക്കൂറും അവർ ദൈവശബ്ദം കേൾക്കും, ദൈവാത്മാഭിഷേകങ്ങൾ അറിയിക്കും. ഉപവസിക്കും, 21 ഉപവസിക്കും, അത് കഴിഞ്ഞ് 21 ഉപവസിക്കും, അത് കഴിഞ്ഞാൽ 21 മാറി 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 മാറി. ആ പ്രാർത്ഥന ഉപവാസം ഇല്ലായിരുന്നെങ്കിൽ അവിടെ നിന്ന് പോകാതെ അതിലൊന്നും പറ്റുന്നില്ലെന്ന് കണ്ടപ്പോഴത്തേക്ക് എന്തായി? നമുക്കെതിരായി കിംവദന്തി അയച്ചു. അസതമ്പിയോ ആളുകളെ കിഡ്നാപ്പ് ചെയ്ത് കിഡ്നി എടുത്ത് 4 ലക്ഷം രൂപയ്ക്ക് വിൽക്കുന്നു, 3 ലക്ഷം രൂപയ്ക്ക്. ഓരോ ദിവസവും സൂര്യൻ കുടിക്കുന്ന ഒരു കിംവദന്തി മുഴുവനത്തോട് നമുക്കെതിരായി. അതിന്റെ ഒന്നും മധ്യത്തെ കളരാ. ആ സമയത്ത് അയാൾ ബീനായി കർത്താവ് ദർശനം കൊടുത്ത ക്രൂസിഫിക്ഷൻ മുഴുവൻ കർത്താവാണ്. അപ്പൊ അതിലെ കർത്താവ് ഇങ്ങനെ തലയായിട്ട് ക്രൂസിയെ കടന്ന് fully covered with blood. You know, my daughter, John, the Lord gave a vision to my daughter. You know, with this whole full crucifixion, beating, pulling his beard, you know, spitting on him. And he was on the cross. There was no skin anywhere in his body. Whole body was covered with blood. The face was covered with blood. Only the eyes she could see. And the eyes was speaking to her. This is all I am. Very for. I am suffering all this for. For every beating he was looking at her. And his eyes talking to her. This is all I am bearing for. You know, അത് മോളോടി വന്ന് രാവിലെ വന്ന് ഞങ്ങളുടെ മുറിയിൽ വന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോകാൻ പിള്ളേര് ബസ്സേ കയറിയ സംസാര വിഷയം ഇതാ. ഒരു പാസ്റ്റർ കിഡ്നി എടുത്തിരിക്കുന്നു, ബസ് കാത്ത് നിൽക്കുന്നിടത്ത് ചിങ്ങവനത്തോടാണ് പറഞ്ഞാൽ പറയാം, അയ്യോ ചിങ്ങവനോ കിഡ്നി സൂക്ഷിച്ചാണ്. കോളേജിൽ പോയാൽ ഇതാ മെയിൻ വിഷയം. അപ്പൊ ചെറിയ തോതിലല്ല, നോട്ടീസ് എന്തെല്ലാം ഒരു മനുഷ്യനായി ചെയ്യാം. അപ്പോഴത്തേക്കും റാന്നിക്കാരെല്ലാം കൂടെ വന്നു. തമ്പിച്ചായ ഒരു രക്ഷയില്ല, ഫാസ്റ്റർ തമ്പി ഇന്ന ചെയ്യില്ല എന്നാ പറഞ്ഞത്. ഞങ്ങൾക്ക് തമ്പിച്ചാനെ കൊണ്ടൊന്ന് അവതരിപ്പിച്ചേ, അല്ലെങ്കിൽ അവരാരും വിശ്വസിക്കത്തില്ല. ഏതായാലും കൊള്ളാം. ഒരു ദിവസം അപ്പൊ ഞങ്ങള് കടലോരത്തിൽ വലിയ ക്രൂസൈഡ് ചേർത്തല, നമ്മുടെ ജോർജിന്റെ വീടിന്റെ അടുത്ത് വലിയ ക്രൂസൈഡ് നടക്കുക. 100-300 പേര് രക്ഷിക്കപ്പെടുക. തമ്മിച്ചാൻ സമയം ഉണ്ടാക്കി അവിടെ പോയപ്പം കണ്ണ് തുറന്നപ്പോഴത്തേക്കും കാണാം മരത്തേലും കെട്ടിടങ്ങളിലും ഒക്കെ ജനമാണ്, ആയിരക്കണക്കിന്. ഉറങ്ങിപ്പോയി. വണ്ടി ചോദിച്ചു, ഇവിടെ ഏത് മിനിസ്റ്ററാ വരുന്നത്? പറഞ്ഞു, ഒരു മിനിസ്റ്റർ തമ്പിച്ചാൻ വരുന്നില്ല. ഈ ശരിയാണോ എന്നറിയാൻ, ഈ പുള്ളി ജയിലിലാണോ അതോ ശരിക്കും ഇവിടെ വരുന്ന ചുമ്മാ പറയുവാണോ എന്നറിയാൻ. നമ്മളൊരു ആ നിലയിൽ എന്നാലും ഞങ്ങൾ ഒന്നും. ആ വർഷം 38 പുതിയ സഭ കേരളത്തിൽ തന്നെ ഉണ്ട്. അത് മാത്രമല്ല 4-5 പേരാണ് അതിനെ ശക്തമായി ഈ കിംവദന്തി അടിച്ചു പറ്റിയത്. വായടച്ചു. സ്വർഗത്തിലെ അവൻ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഞാൻ പറഞ്ഞു വന്നത് നിനക്കൊരു ദർശനമുണ്ട്. ഇത് തന്നെയല്ലേ ജോസഫിനെ കുറിച്ച് പറഞ്ഞു. പോത്തിഫേറിന്റെ വീട്ടിൽ എന്തെല്ലാം കിംവദന്തികൾ അടിച്ചാണ്. ജോസഫ് ദർശനം വിട്ടിട്ട് ഓടിപ്പോയോ? He went on. He pressed on. Hallelujah. എന്ത് പറഞ്ഞോട്ടെ, നമ്മൾ വായിക്കുന്നത് ജോസഫ് ദൈവത്തോട് ചേർന്ന്, ദൈവത്തിന്റെ വലിയ കരുണ, ദൈവത്തിന്റെ ഫേവറാണ്. നമ്മുടെ ജീവിതത്തിൽ ഫലനിർദ്ദമായ കഷ്ടങ്ങൾ, പ്രതികൂലങ്ങൾ, 3000 സഭ എന്നൊക്കെ പറയാൻ എളുപ്പം. നത്തിങ് കംസ് ഈസി അല്ലേ? നീ ഒരു വില കൊടുക്കാതെ ഒന്നും കൊണ്ടാകത്ത നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ദർശനമുണ്ടോ? ഞങ്ങളുടെ ദർശനം ചങ്ങനാശ്ശേരി തുടങ്ങി. വളരെ ചെറിയ തോതിൽ ഞങ്ങൾ റെഫ്യൂജിയോ എന്ന് പറഞ്ഞാൽ ആര് പോലും ഇല്ലാത്തവരെ, കർത്താവിന് വേണ്ടി വീട് വിട്ടവരെ ഞങ്ങളുടെ വീട് തുറന്നു. അന്നും എന്റെ ദർശനം കർത്താവ് ബോംബെ കിടന്ന് പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ രക്ഷിക്കണമെന്ന്. പക്ഷെ നമുക്കത് പറ്റുമോ അവിടെ ഇരുന്നുണ്ട്? എന്നാൽ നീ അത് നിനക്ക് കഴിയാവുന്ന രീതിയിൽ ചെറിയ തോതിൽ നീ ചെയ്താൽ മതി. ദൈവം നിന്റെ ദർശനത്തെ ഞാൻ സാക്ഷിയാ പറയും. നമ്മൾ രമ്യ പറഞ്ഞല്ലോ, ഇതുപോലെ അനേക പെണ്ണ് 86-ലും ഒക്കെ ഞങ്ങൾ ചങ്ങനാശ്ശേരിയിലെ പെര നിറച്ച, അതിനകത്ത് ഇടയില്ലാതെ ഞങ്ങളുടെ പിള്ളേരെ ഞങ്ങൾ ഹോസ്റ്റലിൽ നിർത്തി. അവർക്ക് അവിടെ സ്ഥലമില്ല. 30 വർഷമായിട്ട് റെഫ്യൂജി ഹോം. നമുക്ക് വിശ്വാസത്തിന് വേണ്ടി വേറെ പെന്തിക്കോസ് പ്രസംഗങ്ങൾക്ക് ഒന്നും അതില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു നിലയിൽ ചിന്തിക്കുന്നില്ല. അപ്പൊ അങ്ങനെ വീട് വിട്ടു വന്നവരെ, വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിയവരെ, മക്കൾ നോക്കാത്ത അമ്മച്ചിമാർ ഇപ്പോഴും ഉണ്ട്. 80s-ലും 70s-ലുള്ള അനേക അമ്മമാര് നമ്മുടെ അവിടെ.
എന്നാൽ years went by. ഇന്നിപ്പോ ഞാൻ വളരെ സന്തോഷിക്കുക. ബിജു മുംബൈയിലെ 1200 തെരുവുകുഞ്ഞുങ്ങൾക്ക് എവിടെ ഭക്ഷണം. അത് മാത്രമല്ല പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ റെസ്ക്യൂ, അനേകരെ ഇപ്പൊ റെസ്ക്യൂ ചെയ്ത് കഴിഞ്ഞു. ഒരു 10-40 പേരെ റെസ്ക്യൂ. 3, 4, 5, 6 വയസ്സാകുമ്പോഴാണ് ഈ കൊച്ചുങ്ങളെ കൊണ്ടുവന്ന് ചങ്ങലെ കൂട്ടി ഇരുട്ടറയിലിടുക. ഇതുങ്ങളെ ഉപയോഗം ആകുന്നത് വരെ. ഒരു 18 വയസ്സാകുമ്പോ പിന്നെ അവരെ വേണ്ട. ആ ശോചനീയമായ അവസ്ഥ. വരിവരിയായിട്ട് നിർത്തുക റോഡിന്റെ 2 സൈഡിൽ. ആണുങ്ങൾ പോയിട്ട് സെലക്ട് ചെയ്തുകൊണ്ട് പോവുക. നമ്മളെ പോലുള്ള വീട്ടിലെ നമ്മുടെ മക്കളെ പോലെ, നമ്മുടെ കൊച്ചുമക്കളെ പോലെ. ഇതിനല്ലേ കർത്താവ് നമ്മൾ സുവിശേഷം പ്രസംഗിച്ച ഒരു സഭയെ മാത്രം ഇരിക്കാനാണോ? Never. There's a hurting word outside. വളരെ ആവശ്യമുള്ള, വേദനിക്കുന്ന, നമ്മൾ ചെയ്തില്ലേ പിന്നെ ആര് ചെയ്യും? പ്രിയമുള്ളവർ, കർത്താവ് നമ്മളെ അതിനു വേണ്ടി കണ്ടിരിക്കുന്നത്, നമ്മളെ അതിനു വേണ്ടി കർത്താവ് വിളിച്ചിരിക്കുന്നത്. കർത്താവിന്റെ കാലാകുവാൻ, കർത്താവിന്റെ നാവാകുവാൻ, കർത്താവിന്റെ കൈയാകുവാൻ എന്നെയും നിങ്ങളെയും കർത്താവ് വിളിച്ചിരിക്കുക. ഹല്ലേലൂയ. ഇങ്ങനെയുള്ളവരുടെ അടുത്താണ് കർത്താവ് ഇറങ്ങി വരുന്നത്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറഞ്ഞോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു അനുഭവം ഞാൻ പറയാം. Our daughter is working in the state of Goa. So they have a work among them, prostitutes, AIDS affected people, 100 children who are the children of AIDS victims who died of AIDS. And the children don't have AIDS, but about 100 ladies they look after. Muslims and Hindus. So we don't show prejudice to anyone. People are people who are suffering, who are broken hearted. ആ നിലയില് അപ്പൊ ഒരു ദിവസം 10-22 വയസ്സുള്ള കൊച്ചാണ്. അവളെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്നാണ് പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്തത്. അവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചിൽഡ്രൻസ് ഹോമിലെ പിള്ളേരുടെ അവിടെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ടി വേറെ സ്ഥലം നമുക്കില്ല. ബീന അവിടെ പോയിട്ട് പറഞ്ഞു, my daughter went and told her, Jesus loves you. And she said the same thing as you told me before. I don't want to hear about any God. Because if there was a God, a living God, I would have never gone what I have gone through. ഞാൻ ഈ അനുഭവിച്ചൊന്നും ഞാൻ അനുഭവിക്കത്തില്ല എന്ന് പറഞ്ഞാൽ, when she was about 15 or 16, she was married and the husband went and sold her the brothel in Mumbai. She was there and some more other after a few years she ran away and went to her village. And the husband spread scandal telling that she's so bad she went with somebody. So they won't accept her. She was kicked out. Then again her uncle came and told her, I will get you a job in Goa. In Goa also he went and sold her. So that was her story. Broken hearted. Then Veena didn't say anything. She said, Lord, you speak to her. She went home. Next day when she went there, she couldn't believe, is this the same person? She was all over a new person, bubbling with joy. That night, after all the children went to sleep, she was sitting there thinking, Lord, that sister said, there is a God called Jesus. Is there a Jesus? If so, reveal you to me. She was thinking like that. All of a sudden, this is a true story. She had a knock on the door. She went and opened the door. And literally, Jesus Christ was Hallelujah. Praise the Lord. Amen. He's the truth. Yes. He's a living God. Amen. He loves the broken-hearted. He sees the needy. Amen. His heart is there with the broken-hearted. There was nobody to love her. Oh. She didn't have justice from her own family. Amen. But Jesus Christ is there for her. Amen. He said, I am the Jesus you are searching for. I am your Redeemer. Hallelujah. All of a sudden, he vanished. She was transformed. We need his touch. When his love come in our lives, you are very broken because there is nobody to take care of you. Nobody to love you. But I tell you today, Jesus Christ loves you. Amen. He is there for you. He will never leave you alone. Hallelujah.
അങ്ങനെ അന്ന് യേശു പ്രത്യക്ഷമായിട്ട് അവിടെ വിളിപ്പെട്ടു. കർത്താവ് പറഞ്ഞത്, നീ അന്വേഷിക്കുന്ന യേശു ഞാൻ, നിന്നെ രക്ഷിക്കുവാൻ കഴിവുള്ളവൻ ഞാൻ. ആ ജീവിതാഹമാന രൂപാന്തരപ്പെട്ടു. ഇതുപോലെ അനേക ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരു ചെറിയ ദർശനത്തിൽ തുടങ്ങുന്ന ആ ദർശനത്തെ ദൈവം വിശാലത്തിലേക്ക് അനേക വർഷങ്ങൾ വായിച്ചു. കർത്താവേ, ഓരോന്നായിട്ട് നിങ്ങളെല്ലാം പിടിച്ചോണ്ട് വരിക എന്ന് പറഞ്ഞാല് അണ്ടർവേൾഡ് കിടക്കുക പറഞ്ഞു. നമ്മുടെ ജീവനെ തന്നെ റിസ്ക് ചെയ്താ നമ്മൾ ചെയ്യുന്നത്. അതിനുവേണ്ടി കർത്താവേ വഴി തുറക്കണേ നോക്കി പ്രാർത്ഥിച്ചു. അത്ഭുതകരമായി കർത്താവ് നമുക്ക് സ്ഥലം തന്നു. ബോംബെ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, മോളൊക്കെ ബോംബെ അല്ലേ. പൻവേലില് 11 ഏക്കർ സ്ഥലം 25 ലക്ഷം രൂപ ഒരു സെന്റ് കിട്ടി. വെറുതെ തന്നോ. ദൈവത്തിന്റെ കൃപയാൽ നമ്മൾ അവിടെ 100 പെൺപിള്ളേരെ റെസ്ക്യൂ ചെയ്ത് പാർപ്പിക്കാനുള്ള കിട്ടുന്ന അതിന്റെ ലൈസൻസ് നമുക്ക് കിട്ടി. എന്നാന്ന് പറഞ്ഞാൽ ഈ പോലീസ് പോയി റെയ്ഡ് ചെയ്ത് 50, 25, 100 പെൺപിള്ളേരെ വെളിപ്പെടുത്തി കൊണ്ടൊന്നും ചെയ്യില്ല. അവിടെ നിന്ന് അതിന് പിന്നെയും കറങ്ങിത്തില്ല. ജൂനിയർ പ്രസിഡന്റ് കൊച്ചു പിള്ളേർ 18 വയസ്സിന് മുകളിലുള്ളവരുടെ ഉണ്ട്. പക്ഷെ അവർക്ക് ശരിക്കും വിടാനൊരു സ്ഥലം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, യുവർ ലിറ്റിൽ വിഷൻ, നിനക്കൊരു ദർശനം, അതിനുവേണ്ടി നീ ഒരു വില കൊടുക്കും. അതിനുവേണ്ടി നീ if you press on, the Lord is there to accomplish your vision. ഞങ്ങൾ കഴിഞ്ഞിടെ ആ പ്രോപ്പർട്ടിയിൽ വെച്ച് ഇപ്പൊ ബിൽഡിംഗ് കഴിഞ്ഞുകൊണ്ട് അവിടുത്തെ ചർച്ച് ക്യാമ്പ് നടന്നു. അവിടെ പോകുമ്പോൾ ഞാൻ ദൈവത്തെ, ബ്യൂട്ടിഫുൾ പ്ലേസ്, സ്വപ്നഗിരി എന്നാ പറയുന്നത്. അവിടെ ഷൂട്ടിംഗ് ഒക്കെ അതിനടുത്ത് നടക്കും. അവിടെ നമുക്ക് ലൈസൻസ് കിട്ടി, ബിൽഡിങ്ങിന്റെ പണിയെല്ലാം കഴിഞ്ഞു. ഇനി 100 കണക്കിന് പെൺപിള്ളേരെ റെസ്ക്യൂ ചെയ്യാനുള്ള പണി. സ്റ്റാർട്ടഡ് ഇറ്റ് ഇൻ അവർ ഹോം. രംല സാക്ഷി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയാൻ കാരണം. ഇതുപോലെയുള്ള കുഞ്ഞുങ്ങളെ, വീട് വിട്ട് വന്ന പിള്ളേരെ ഞങ്ങളുടെ പെരക്കകത്ത് ഞങ്ങള് എടുത്ത് താമസിപ്പിച്ച് ആ നിലയിൽ തുടങ്ങി. എന്നാൽ എന്റെ ജീവകാലത്ത് തന്നെ എനിക്ക് ആ സ്ഥലത്തിന് ഞങ്ങൾ പേരിട്ടിരിക്കുന്ന ഡ്രീം സെന്റർ. That's a place where so many girls, their dreams are going to come true. നിങ്ങളെല്ലാം സുവിശേഷവേല എന്ന് പറഞ്ഞാല് പോയിന്ന് മൈക്കത്ത് പ്രസംഗിക്കുന്നത് മാത്രമേ. Lord has called you to heal the broken, to set the captives free. Hallelujah. Wherever you go, there are captives. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 16 ഇവിടുന്ന് 12 വെയിൽസിന് പോയി. 16 വരെ അവിടെ മീറ്റിംഗ് ഉണ്ട്. അത് 16 ഞങ്ങൾ ബെൽഫാസ്റ്റിന് പോയി. എല്ലാം ഇവർ ഐറിഷുകാരുടെ മീറ്റിംഗ്. അപ്പോഴത്തേക്കും ഇവിടെ ബ്രണ്ടൻ മെക്കാളി എന്ന് പറഞ്ഞ എൻ്റെ ബുക്ക് എൻ്റെ കൂടെ എഴുതിയ പുള്ളിക്കാരൻ്റെ ഭാര്യ വന്ന് 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് എന്നെ കൊണ്ടുപോയി. അപ്പോൾ ഒരു ഹോമിൽ ഇത്രയും ആളുകളുണ്ട്, ഇത്രയും ഇല്ല 10 രൂപ പേര് ഒരു വീട്ടിലാണ്. അവിടെ പോയപ്പോൾ ഞാൻ അന്തം വിട്ടു. എന്നാന്ന് പറഞ്ഞാൽ അവിടെ പോയപ്പോഴാണ് ഞാൻ അറിയുന്നത്, ആ വീട് ലിയാൻ എന്ന് പറഞ്ഞൊരു പെണ്ണിൻ്റെ 3 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വന്നപ്പോൾ ബെലമിന എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഞാൻ പോയി. അവിടെ പോകാൻ കാരണം 8 വർഷത്തിന് മുമ്പ് ഞാൻ അയർലൻഡിൽ പോയ സമയത്ത് ഈ പെങ്കൊച്ച് സുന്ദരി ഒരു പെണ്ണ എന്നെ കാണാൻ എൻ്റെ ആദ്യം എഴുതിയൊരു ബുക്ക് വായിച്ചു. 10 കൊല്ലം പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, മോളെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? 6 years. എത്ര പിള്ളേരുണ്ട്? So I told her, we will pray. I prayed and I told her, next year this time you will have it. Anyway, by the time I got back home, she emailed me telling that I had like she told that to the pastor. Pastor, oh please call that lady to come and preach in our church. The first boy, his name is Ryan. And now they have 2 more little babies. So I used to go there whenever I go to Ireland. So when I was going through, Brenda told me there's a prophetic seminar. Will you please come and attend, at least for an hour? I went there, and this lady was there. So many people were there. അപ്പോൾ പറഞ്ഞു, ഈ സ്ത്രീക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ ചോദിച്ചു. ഞാൻ പോയി ജസ്റ്റ് തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് പോകാനുള്ള ധൃതിയുണ്ട്. പ്രാർത്ഥിക്ക് screamed. The devil was screaming and left her. Then all of a sudden I left and I don't know what happened. Now 3 years passed, 4 years now. I was actually going to the house of that lady for my prayer programs.
She was bedridden 3 years. 3 വർഷം കിടക്കുകയായിരുന്നു. ഏതാണ്ട് എല്ലാ രോഗങ്ങളുടെ പേര് പറഞ്ഞ് എനിക്കൊന്നും മനസ്സിലായില്ല. ആ രോഗങ്ങളെല്ലാം പിടിപെട്ട് 3 വർഷം കിടക്കുകയായിരുന്നു. ആ പ്രാർത്ഥനയോടുകൂടെ പൈശാചിയിൽ വിട്ടുപോയതോടുകൂടെ കർത്താവ് അവളെ സമ്പൂർണ്ണമായി പിശാച് വരുന്ന എന്തിനാ? അവൾ ചത്തുപോയതിന് ആ അവസ്ഥയിലെത്തിയത്. അതോടുകൂടെ അവളുടെ രോഗങ്ങളെല്ലാം മാറി പരിപൂർണ്ണ സൗഖ്യം. അത് കഴിഞ്ഞ് അവള് 2 കൂടെ പ്രസവിച്ചു. ഒരു കൊച്ചിന് 14 മാസം, ഒരു കൊച്ചിന് 6 ആഴ്ച. 2 പൊടിക്കൊച്ചുങ്ങളുമായിട്ട് അവളുടെ വീട്ടിലാണ്. അവിടെ അനേകം കൂടിയിരുന്നു. അതിലൊരു നല്ല പങ്ക് ഇവളുടെ വിടുതൽ കണ്ട് രക്ഷിക്കപ്പെട്ടു. It was an amazing. I was so happy. This is what we want to see when you come into this country. You know what the Lord is doing. Amen. Irish people പൂതലെന്നാണ് പറയുന്നത്. അവർക്ക് ഏറ്റവും ഇംഗ്ലണ്ടുകാർക്കും എത്രയോ അവളുടെ ജീവിതാഹമാനം മാറി. അടുത്ത ദിവസം എനിക്ക് പകലും രാത്രിയും ഒരു ചർച്ച മീറ്റിംഗ് ആയിരുന്നു. രാത്രി 3 പേരുണ്ടായിരുന്നു. ഇവള് വന്ന് ടെസ്റ്റിമണി. I was a broken person, but now I am a good wife. Now I am a good mother. You know what a transformation. Amen. The life of a person. When Jesus comes, only Jesus can change. Amen. Only Jesus can transform. Amen. We are not talking about a religion. We are talking about a person who can transform. Hallelujah. He's alive. He's a loving God. He's a prayer answering God who can deliver. അപ്പൊ പിന്നെ എല്ലാവർക്കും വിശ്വാസമായി, എല്ലാവർക്കും പ്രാർത്ഥിക്കും. ഞാനിവിടെ യാത്ര ചെയ്ത് പോയി, 1.5 മണിക്കൂർ യാത്ര ചെയ്ത് പോയി. ഇതെല്ലാം കഴിഞ്ഞ് പ്രാർത്ഥിച്ചത് അവസാനം വന്നപ്പോ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ കേട്ടോ. ആ പെണ്ണിന്റെ പേര് അതങ്ങോട്ട് ഇളകി. എന്റെ പൊന്നെ, ഞാൻ ഇങ്ങനെ കേട്ടിട്ടില്ല. ഏതെല്ലാം സൈസ് പൂർണ്ണം ഇവിടുത്തെ പുതൊന്നും അല്ല. ഇതെല്ലാം സ്പിരിറ്റ് ഓഫ് ആങ്കർ, സ്പിരിറ്റ് ഓഫ് ലാസ്റ്റ്, spirit of adultery, spirit of unforgiveness, spirit of, all kinds of spirits. From 9 to 10:30 I pray, 1 after the other. I couldn't even believe. She said I was drugged and raped in Gulf by the Arabs. You know what all junk people are doing. By the grace of God, she got deliverance. Amen. I was not, you know what I went through and everything. My body was telling you, you can't do it. Thank the Lord. This prayer makes a whole difference in a person's life. So we don't need to look at ourselves, God has called us to be helpful, to break the bondages of the people who are bound up families, bound up persons, bound up all kinds of bindings. നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നതിലാണ് ഒരു വലിയ അങ്ങനെ ഈ ദിവസങ്ങളില് ഞാൻ ഈ വീക്കെൻഡില് ശനി ഞായർ 8 ക്ലാസ് പ്രസംഗിച്ചു. നിങ്ങൾ ഓർമ്മ ആനന്ദ് പറഞ്ഞല്ലോ, 6 കീമോ കഴിഞ്ഞു. അതിൽ 9 മാസമേ ആയിട്ടുള്ളൂ. യവനക്കാരൻ ആരോഗ്യമുള്ളവർക്ക് പോലും ചെയ്യാൻ വയ്യാത്തത് വെള്ളിയാഴ്ച 8 മീറ്റിംഗ്, ഓരോ 1.5 മണിക്കൂർ, 1 മണിക്കൂർ പ്രസംഗിക്കും, പിന്നെ പ്രാർത്ഥിക്കണം. പക്ഷെ എന്റെ കർത്താവ് നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ ചെയ്തിട്ടൊന്നും പ്രത്യേകിച്ച് നമുക്ക് നേടാനില്ല. If you have a passion for others, for the broken heart, for the needy who are around us, hallelujah. So the Lord has taken us this far. Not only, Binu in Calcutta, Bina in Goa, Bini in Kerala, all of them doing the ministry. I used to pray for them. കർത്താവേ, ഞങ്ങൾ ഇതിന്റെ വേല ചെയ്യും, പക്ഷെ അതിനേക്കാൾ ഡീപ്പറായിട്ട് അവർ ചെയ്യും. അപ്പൊ എനിക്ക് അതിന്റെ അർത്ഥം അറിയത്തില്ല. ഡീപ്പർ എന്നാ ഞാൻ പറഞ്ഞത് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഞങ്ങൾ we were focused only in getting the people saved at starting churches. പക്ഷെ ഇപ്പൊ അവരതും ചെയ്യുന്നുണ്ട്. മറാഠി ചർച്ച്, ബംഗാളി ചർച്ച്, ഹിന്ദി ചർച്ച്, ഇംഗ്ലീഷ് ചർച്ച്, ഇതെല്ലാം ബോംബെയിലും കൽക്കട്ടയിലും ഗോവയിലും എല്ലാം ഉണ്ട്. അതോടൊപ്പം ഞങ്ങൾ ചെയ്യാം, അതുപോലെ തകർന്ന് ചെയ്യാം.
ഇതെല്ലാം ഞാൻ പറയാൻ പോയതുണ്ട്. ഇവിടെ എന്നും നിൽക്കട്ടെ. ബീനായൊക്കെ ഞാൻ ഇപ്പം 100 പേരെ എയ്ഡ്സ് ഉള്ള പ്രോസ്റ്റിറ്റ്യൂട്ട്സ് എല്ലാം മുസ്ലിംസും ഹിന്ദുസും പെണ്ണുങ്ങളാണ് സഹായിക്കുന്നു പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു ഈ ചിൽഡ്രൻസ് ഹോം നടത്താൻ തന്നെ അവർക്ക് വയ്യ. കൊച്ചു കാര്യമാണ്. 100 പിള്ളേർക്ക് തുണി അവരുടെ ഭക്ഷണം എല്ലാം വളരെ ഫൈനാൻഷ്യൽ ക്രൈസിസാണ്. ഞാൻ പറഞ്ഞു ഇതെല്ലാം കൂടെ നീ എങ്ങനെ ചെയ്യുന്നു? നമ്മ എങ്ങനെ ചെയ്യാതിരിക്കുന്നു? ഒരു ദിവസം പഞ്ചമി കൂടെ പോകുമ്പോഴാണ് ഞാൻ പെൺപിള്ളേരോട് ഇത് പറഞ്ഞു തോന്നുന്നത്. പാലത്തിന്റെ കീഴെ കിടക്കുക ഒരു സ്ത്രീ അടുത്തിരിക്കുന്നു. പോയി നോക്കുമ്പോൾ കിടക്കുന്ന സ്ത്രീ മരിച്ചു കിടക്കും. അടുത്തിരിക്കുന്ന സ്ത്രീ പറഞ്ഞു അവർക്ക് എയ്ഡ്സ് ആയിരുന്നു. എയ്ഡ്സ് കൊണ്ടല്ല മരിച്ച അസ്ഥിഭഞ്ജനമായിട്ട് കിടക്കുക. ഇതിലും അടുത്ത് പോയപ്പോ ചോദിച്ചു, പറഞ്ഞു എനിക്ക് വിശക്കുന്നു, എനിക്ക് എന്തെങ്കിലും മേടിച്ചതാണ്. ആയിരങ്ങൾ ആ വഴി കടന്നുപോയി, അനേക കാറുകൾ കടന്നുപോയി, ഒത്തിരി തിരിഞ്ഞു നോക്കിയില്ല. ഇവരോടിപ്പോയി സമോസ മേടിച്ചു. ആ രംഗമാണ് ബീന ബിസിനസ് ചെയ്യുന്നത്. ഞാൻ അവിടെ അങ്ങോട്ട് തീരുമാനമെടുത്ത് കർത്താവ് ഞാൻ ഈ പട്ടണത്തിൽ ജീവിച്ചിരിക്കും, ഇങ്ങനെ ആരോരുമില്ല, ആരോരും ശ്രദ്ധിക്കാതെ ഇങ്ങനെ മരിക്കും. ഐ വിൽ ഡു മൈ പാർട്ട്, എൻ്റെ ഭാഗം ഞാൻ ചെയ്യാം. അങ്ങനെയാണ് പ്രിയമുള്ളവരെ. ഞാൻ പറയട്ടെ, 3 പേരിൽ തുടങ്ങിയതാണ് 100 പരം പേര്. അവരോട് പ്രാർത്ഥിക്കും, പ്രസംഗിക്കും. അവരെല്ലാം രക്ഷിക്കപ്പെട്ടു. മുസ്ലിംസ്, ഹിന്ദുസ് പലരും ശരിക്കും ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. പലരും പ്രാർത്ഥനാവശ്യം പറയുന്നത് കേട്ടാൽ നിങ്ങൾ തിരിച്ചു പോകും. കസ്റ്റമേഴ്സ് വരാൻ പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. അത്രയും ആക്റ്റീവ്. എന്നാൽ അവരെയും ഉൾക്കൊള്ളാൻ നമുക്ക് നമ്മുടെ വെള്ളവസ്ത്രധാരികളായി വരുന്നവരെ മാത്രമേ നമ്മൾ സ്വീകരിക്കത്തുള്ളൂ. നമ്മൾ വിശുദ്ധരാ, നമുക്ക് വിശുദ്ധന്മാരെ മാത്രം മതി. എന്നാൽ യേശു വന്നത് അവൻ കൂടെ പോയത് ആർക്ക് വേണ്ടിയാ? യേശുമാരുടെ കൂടെ അല്ലേ? എല്ലാരും കളിയാക്കി. ഈ പുള്ളി യേശുമാരുടെ ഇങ്ങനെയുള്ള പാപികളുടെ കൂടെ വെക്കുകയാണോ? അവിടെ എന്റെ യേശു. അങ്ങനെയുള്ളവരെ ഒന്ന് ടച്ച് ചെയ്യാൻ ആരുണ്ട്? ഞാൻ പറഞ്ഞു മോളെ, ഒരു ദിവസം ഉള്ള ഫേസ്ബുക്കിൽ പടം ഇട്ടിരിക്കുന്നില്ല ഞങ്ങളുടെ ഫാമിലിക്കകത്ത്. നോക്കി ഈ സ്ലമ്മിൽ പോയി അവരുടെ കളിക്കകത്ത് ഉപ്പുമാങ്ങ തിന്നുകൊണ്ടിരിക്കുക. എന്റെ എനിക്ക് പറ്റത്തില്ല. അതാ ഡീപ്പർ വേ ഓഫ് മിനിസ്ട്രി. I told you, you are reaching the most high. അതിൽ നിന്ന് അവർ 6 പേരെ എടുത്തു സെൽ ഗ്രൂപ്പ് ലീഡേഴ്സ് ആയിട്ട്. മുസ്ലിംസും ഹിന്ദുസും ബട്ട് ദേ ആർ ഫുൾ ഓഫ് ദ ലവ് ഓഫ് ക്രൈസ്റ്റ്. വെളിയിൽ നോക്കിയാൽ ഒന്നും കാണത്തില്ല. മുസ്ലിം പേരാണ്, ആഭരണം ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾ വിശുദ്ധന്മാർക്ക് ആഭരണം വിട്ടാൽ തീർന്നു. അതിലാണ് നമ്മുടെ വിശുദ്ധ മുഴുവായിരിക്കുന്നത് അല്ലേ? എന്നാൽ പ്രിയമുള്ളവരെ, നമ്മൾ കുറച്ചുകൂടെ ആയങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു. അതാണ് നമുക്ക് ആവശ്യം. അപ്പൊ ഈ ഓരോ സെൽ ഗ്രൂപ്പ് ലീഡറും 60ഉം 70ഉം പേരവരും ഏതാണ്ട് 500ഓളം ആളുകളെ ഇതിന് റീച്ച് ചെയ്യാം. ഞങ്ങളുടെ പിള്ളേര് ചെയ്ത് ഇത് ലോകത്തിൽ ആർക്കും അറിയത്തില്ല. പക്ഷെ ഇവർ പറയുമ്പോ നീ ഞങ്ങളുടെ പിള്ളേർക്ക് ഈ തെരുവ് നിങ്ങളെ ആർക്ക് വേണം? പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ ആർക്ക് വേണം? ഡ്രഗ് അഡിക്ട്സിനെ ആർക്ക് വേണം? ഇതിനൊന്നും ആർക്കും വേണ്ട. വല്ല സ്വത്രാഴ്ച കിട്ടുമോ ഇവരുടെ അടുത്ത് പോയാ? അങ്ങോട്ട് കൊടുക്കല്ലാതെ നമ്മുടെ ആ ചെറിയ ദർശനം ഞങ്ങളുടെ പെരക്കകത്ത് ഞങ്ങളുടെ പിള്ളേരെ കൊണ്ട് ബോർഡിങ്ങിൽ വിട്ടേച്ച് ഞങ്ങളുടെ ഈ പെൺപിള്ളേരെ എല്ലാം ഞങ്ങൾ നോക്കി. ഞങ്ങളുടെ വീട് ഞങ്ങൾ തുറന്നു കൊടുത്തു. ദൈവത്തിന് വരാൻ പറഞ്ഞില്ല. അനഞ്ഞ് നടക്കുന്നവരെ കണ്ടാന്നില്ല. അപ്പമില്ലാത്തവർ നീ അപ്പം മുക്കി കൊടുക്കും. എന്നിട്ട് നീ പ്രാർത്ഥിയില്ലേ? അപ്പൊ ഞാൻ I will say here I am. Your light will come forth. You will pray and I will answer. I will say here I am. അവിടെയാ പ്രിയമുള്ളവരെ നമ്മളെ അതുകൊണ്ട് നമ്മളുണ്ടല്ലോ, നമ്മൾ ഒരു കൊത്തുവരത്തത്തിൽ രോഗം കൂടി കൈ ഒടിച്ച് ഇതൊക്കെ നല്ല കാര്യമാ. ടേക്ക് ഓഫിന് റെഡി ആയിട്ടിരിക്കുക. Then we have a lot of things to do. The Lord is coming.